ഇതിനകത്ത് പല രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. മലയാളത്തിന് അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക അശ്രീകരം, നിൻ്റെയൊക്കെ കൂടെ വന്നാണെന്ന് ആളുകൾ വിചാരിച്ചാലോ എന്ന് വേണമെങ്കിൽ ആ ഒരു ടോണിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക, നിങ്ങളുടെ കൂടെ വന്നാണെന്നൊക്കെ ആളുകൾ വിചാരിച്ചാലോ എന്ന് വേണമെങ്കിൽ സൗഹൃദ ഭാവത്തോടെ നമുക്കിത് കേട്ട് അനലൈസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്ക്, നിങ്ങളുടെ കൂടെ വന്നാണെന്ന് ആരും അറിയണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നാണെന്ന് ആളുകൾ വിചാരിക്കും എന്നുള്ള ടോണിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാത്തിനും അർത്ഥതലങ്ങൾ അങ്ങോട്ട് മാറിപ്പോകും. മമ്മൂട്ടിയുടെ ശാസനം ലഭിക്കുക എന്നത് അത്ര ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ആ ശാസനം ലഭിച്ചവർ പലരും ഇന്ന് വലിയ നിലകളിൽ എത്തിച്ചേർന്നവരാണ്. ഈ ഫോട്ടോയിലുള്ള ആളും ഈ പട്ടികയിൽ ഒരാൾ തന്നെ ആയിരിക്കും. മമ്മൂട്ടിക്ക് ആളുകളോടുള്ള സ്നേഹം പലപ്പോഴും ഇങ്ങനെ ശാസനയായി തന്നെയാണ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. അത് കേൾക്കുന്നവർക്ക് പോലും മനസ്സിൽ സന്തോഷമുണ്ടാകും. കാരണം അത് ഒരു അച്ഛൻ മകനോട് നൽകുന്ന സ്നേഹത്തിൻ്റെയും ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനോട് കാണിക്കുന്ന കരുതലിനെയും ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ലാളനമാണ്. ഇമാതിരി സാധനമൊക്കെ എഴുതി വിട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. എന്റെ കൂടെ എന്തൊരു കഷ്ടമാണല്ലേ. ബിഗംസ് ഓഫ് മലയാളം എന്ന പേരിൽ ലോകം മൊത്തം അറിയപ്പെടുന്ന മലയാളത്തിലെ പ്രിയ നടന്മാർ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള നാളുകളിൽ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും വഴിയക്കടെ പോകുന്ന എല്ലാവരിൽ നിന്നും വിമർശനങ്ങളും സൈബർ അറ്റാക്കും ഒക്കെ ഏറ്റുവാങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. എന്തൊക്കെ പരിപാടി ആരൊക്കെ എവിടെയൊക്കെ അവതരിപ്പിച്ചാലും, ഏതെങ്കിലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടി നടന്നാലും ഇവർക്ക് ഇരിക്കപ്പുറത്തില്ല. ഇവരെ കാര്യമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങിനും വിലങ്ങിനും ഇട്ട് സൈബർ അറ്റാക്ക് ചെയ്യും. അതിൽ ഒന്ന് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിമർശനമായിരുന്നു. അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടും വിമർശനങ്ങളും കാര്യമായിട്ടുള്ള സൈബർ അറ്റാക്കും ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ശ്രീ മോഹൻലാൽ പിണറായി വിജയനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. പാർട്ടി വൃത്തങ്ങളിലും അതേപോലെ തന്നെ സഖാക്കൾക്കിടയിലും ആ ഒരു ഇന്റർവ്യൂ വലിയ കാര്യമായിട്ട് സ്വീകരിക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും വലിയ വിമർശനം ഒരു കൂട്ടം മൂരാശികളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. അതിൽ സംഘപരിവാറുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. അവർക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ മോഹൻലാൽ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു അഭിനയ പരിപാടി അവിടെ നടത്തിയത് എന്ന് അവർ ചോദിക്കുന്നു. പക്ഷേ ഒരു കോംപ്ലിമെന്റ് അദ്ദേഹത്തിന് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കോംപ്ലിമെന്റ് അദ്ദേഹത്തിനല്ല കിട്ടിയത്, പിണറായി വിജയനാണ് കിട്ടിയത്. മോഹൻലാലിനെ കടത്തിവിടുന്ന അഭിനയമായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു ഇന്റർവ്യൂവിൽ എന്ന് പല ആളുകളും പറഞ്ഞു. സ്ക്രിപ്റ്റഡ് ആയിരുന്നു പൊതുവെയുള്ള പരിപാടി. അത് എപ്പോഴും ഇലക്ഷൻ പ്രചാരണങ്ങളിൽ അങ്ങനെയാണ്. അങ്ങനെ തോന്നിയ ദിവസം ആർക്കും കയറി എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള പരിപാടികൾ, പ്ലാൻഡ് പരിപാടികളാണ്. അല്ലെങ്കിൽ അത് ഇലക്ഷനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ലോക വിവരമില്ലാത്ത PR എന്താണെന്ന് പോലും അറിയത്തില്ല. അത് നമ്മളെപ്പോലുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. മമ്മൂട്ടി അത്യാവശ്യം പൊതു കാര്യങ്ങളൊക്കെ അറിവുള്ള ഒരു വ്യക്തിയാണ്. മോഹൻലാലിനെ പോലെയല്ല. നാട്ടിലെ വാർത്തകളെ കുറിച്ചിട്ടൊക്കെ പുള്ളിക്ക് കാര്യമായിട്ടുള്ളൊരു ഗ്രാഹ്യമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശ്രീ മമ്മൂട്ടി ഇതുപോലുള്ള ഒരു പരിപാടിയിൽ ചീത്ത പേരിൽ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. എന്ത് ചെയ്യാനായിട്ടാണ്? അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങോട്ട് മാറി നിൽക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങടേക്ക് വന്നതാണ് എന്ന് ആളുകൾ വിചാരിക്കും. ഇതിനകത്ത് പല രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. മലയാളത്തിന് അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക അശ്രീകരം, നിൻ്റെയൊക്കെ കൂടെ വന്നാണെന്ന് ആളുകൾ വിചാരിച്ചാലോ എന്ന് വേണമെങ്കിൽ ആ ഒരു ടോണിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക, നിങ്ങളുടെ കൂടെ വന്നാണെന്നൊക്കെ ആളുകൾ വിചാരിച്ചാലോ എന്ന് വേണമെങ്കിൽ സൗഹൃദ ഭാവത്തോടെ നമുക്കിത് കേട്ട് അനലൈസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്ക്, നിങ്ങളുടെ കൂടെ വന്നാണെന്ന് ആരും അറിയണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നാണെന്ന് ആളുകൾ വിചാരിക്കും എന്നുള്ള ടോണിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാത്തിനും അർത്ഥതലങ്ങൾ അങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് ഈ ശനി ഞായർ ദിവസങ്ങളിൽ വിവാദങ്ങളിൽപ്പെട്ട് ആളുകളുടെ ഡിസ്കഷന്റെ ഭാഗമായതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള ഡിസ്കഷനുള്ള സ്കോപ്പൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ശ്രീ മമ്മൂട്ടിയെ വിമർശിക്കാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്ന നേതാവിനെ കുറ്റപ്പെടുത്താനായിട്ടോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മമ്മൂട്ടി പറഞ്ഞ ചില പരാമർശങ്ങൾ, അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ച ചില കാര്യങ്ങൾ, ഇത് ജനങ്ങളുടെ പണമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയാണ് തൻ്റെ ഒപ്പം നടന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖിനോട്
മമ്മൂക്ക ഇത്തരത്തിലുള്ള ഒരു നീരസം പ്രകടിപ്പിച്ചത്. ആ ഒരു നീരസത്തിന് ഒത്തിരിയധികം അർത്ഥമാനങ്ങൾ വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. പക്ഷേ വെറുതെ വിട്ടുകളയാനായിട്ടുള്ള ഒരു സാഹചര്യമേ നിലവിലുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് ഡയറക്റ്റ്ലി അങ്ങോട്ട് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് മലയാളത്തിലെ അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ല ബോധമുണ്ട്. കാര്യമുണ്ടൊക്കെ ചൂരൽമല ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വീടില്ലാത്ത സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക് വീട് കിട്ടുന്ന സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും, അതാണ് സ്ഥലം എന്നുണ്ടെങ്കിലും, ഈ CPM-ൻ്റെ നേതാക്കളൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരോട് ചേർന്ന് നിൽക്കുന്നതും അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷമങ്ങൾ സഹിക്കേണ്ടി വരുന്നതും ഒന്നും മമ്മൂക്കയെ പോലുള്ള ഒരാൾ ആഗ്രഹിക്കുന്നില്ല നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒന്ന് ആലോചിച്ച് നോക്കി, വൈകിട്ട് ആ പിഷാരടിയെ കാണുന്ന സമയത്ത് പോലും അദ്ദേഹം പോലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, മമ്മൂക്ക എന്തിനാണ് ആ ഒരു പരിപാടിയിൽ അവർക്ക് വേണ്ടി പോയത്, നമുക്കവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാമായിരുന്നല്ലോ, എന്തിനാണ് അവരുടെ കൂടെ അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്ത് അപകടമാണ്. മോഹൻലാലിനെതിരെയുള്ള വിമർശനങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. പാർട്ടി വൃത്തങ്ങളിൽ കാര്യമായിട്ടുള്ള സ്വീകാര്യത ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പിണറായി വിജയൻ സഖാവ് അവർക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ, അദ്ദേഹത്തിൻ്റെ മൃഗസ്നേഹമൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുന്നതിൽ അവർ ധൃതങ്ക പുളകിതരാകും എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ചെറിയ നീരസമൊക്കെ ഉള്ള, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഒരു സ്റ്റേജിൽ ഡ്രാമയായിട്ട് തോന്നുന്നതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അതിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് സഖാക്കളുടെ ചില വിമർശനങ്ങളൊക്കെയാണ്. അർജുൻ ആയങ്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അർജുൻ ആയങ്കി കാര്യം കൈരളിയുടെ അംബാസിഡറും ഇടതുപക്ഷ അനുഭാവിയും ഒക്കെ തന്നെയെങ്കിലും ആൾക്കാരോട് പെരുമാറുമ്പോൾ ഒരു കലാകാരൻ ഉണ്ടാവേണ്ടുന്ന വിനയവും ബഹുമാനവും ഒന്നും ഈ പ്രായത്തിലും സ്വായത്തമാക്കാൻ കഴിയാത്ത ഒരു അഹങ്കാരിയാണ് മമ്മൂട്ടി. എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് ബോധമില്ലാത്ത ഒരു അപ്ഡേറ്റഡ് സുരേഷ് ഗോപി. ഈ അർജുനായൊക്കെ പിന്നെ വിനയ കുലീനനായതുകൊണ്ട് പിന്നെ ഉപദേശിക്കുന്നതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പ്രായത്തിൻ്റെ പക്വത, അതേപോലെ തന്നെ കലാകാരൻ ഇടപെടേണ്ടുന്ന ഒരു രീതി, ഇതൊക്കെ ആരെയാണ് പഠിപ്പിക്കുന്നത്? ശ്രീ പിണറായി വിജയൻ സഖാവ് മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്ന ഒരു രീതി പല അവസരങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കലാകാരന് മാത്രം മതിയോ വിനയവും മര്യാദയൊക്കെ? പാർട്ടി വൃത്തങ്ങളിലുള്ള ആളുകൾക്കോ വഴിയിലിറങ്ങുന്ന നേതാക്കന്മാർക്കോ പലപ്പോഴും ഈ വിനയ കുലീനതയൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. ഓടിച്ചിട്ടടി കൊടുക്കും. ഒരു പ്രതിഷേധങ്ങളെ പോലും സമാധാനത്തോടെ നോക്കിക്കണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളാണ് ബാക്കിയുള്ള ആളുകൾക്ക് വിനയവും അതേപോലെ തന്നെ മര്യാദയുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളിൽ ശ്രീ മമ്മൂട്ടിയുടെ ഈ സ്ഥലകാല ബോധമില്ലാത്ത പ്രകടനങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോടോ ഒന്നും ഞാൻ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനായിട്ടുള്ള യോഗ്യതയൊന്നും പല ആളുകൾക്കും ഇല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വീണ്ടും വിനയ കുലീനന്മാർ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ബിലാൽ മുഹമ്മദ് ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: മിനിമം ആ ടൗൺഷിപ്പിൽ നിൽക്കുമ്പോഴെങ്കിലും ജില്ലാ സെക്രട്ടറിക്ക് താഴെയാണ് കേട്ടോ ഇക്കാച്ചി നിങ്ങൾ. ഉഫ്, ആ ദുരന്തമുണ്ടായ നേരം തൊട്ട് അത് പണിത് പൂർത്തീകരിക്കുന്നവരെ മുന്നിൽ നിന്ന് അയച്ച മനുഷ്യനെ തള്ളി മാറ്റി പട്ടിഷ ഇറക്കാൻ നോക്കുന്നതൊക്കെ സ്വയം അപഹാസ്യനാകുന്നതിന് തുല്യമാണെന്ന് മഹാനടൻ ഓർത്താൽ കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ റഫീഖിനെ മമ്മൂട്ടിക്ക് അറിയണം എന്നൊന്നുമില്ല. റഫീഖിനെ എല്ലാവരും അറിയണം എന്നുള്ള നിർബന്ധ ബുദ്ധി പാർട്ടിയിലുള്ള ആളുകൾക്ക് വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. ഇതൊക്കെ മനുഷ്യന്മാരാണെന്നേ. ഇപ്പോൾ ചൂരൽമല നിവാസികൾക്ക് അവരുടെ ദുരിത സമയത്ത് കൂടെ നിന്ന സഖാവിനെ ഓർമ്മയുണ്ടാവാം. ചിലപ്പോൾ മനുഷ്യനല്ലേന്നേ ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല. നമ്മൾ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഞങ്ങളുടെ നേതാവിനെ അറിയത്തില്ലാത്തൊരു മഹാനടൻ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്കുള്ള അല്പതരത്തിലേക്ക് ഇറങ്ങാതിരിക്കുക. അപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഒരു സൈബർ അധിക്ഷേപത്തിനൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ പാർട്ടി സെക്രട്ടറി എന്തിനാണ് അവിടെ മമ്മൂക്കയെ കൂടെ നടന്ന് വിശദീകരിക്കുന്നത്? അതിനവിടെ സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരുമുണ്ട്. ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു: മീഡിയയിലും ജനങ്ങൾക്കിടയിലും ഉത്തരം താങ്ങുന്ന പലിയാവുക. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് തുറന്നു പറഞ്ഞു. പിന്നെ ജനങ്ങളുടെ ക്യാഷ് കൊണ്ട് ഉണ്ടാക്കിയ വീടെന്ന് 2 തവണ വ്യക്തമാക്കി പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? അതിപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്താലും സംസ്ഥാന സർക്കാർ ചെയ്താലും ജനങ്ങളുടെ പണം തന്നെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണം അല്ലെങ്കിൽ ടൗൺഷിപ്പ്, വീടുകളുടെ കൈമാറ്റം, അതിന് നിർമ്മാണം, അതിലൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിലുള്ള യുവജന പ്രസ്ഥാനങ്ങളും യുവജനങ്ങളും ഒക്കെ വഹിച്ച പങ്കൊന്നും നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല. അത് മാറ്റി പറയാൻ തോന്നുന്ന ആളുകൾ ഇതേ സമയത്ത് ചില പ്രഖ്യാപനങ്ങൾ നടത്തി UDFൻ്റെ പ്രവർത്തനം എങ്ങനെ പോയി എന്നുള്ളത് നോക്കിയാൽ മതി. ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളോടും ഒക്കെ വലിയ ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വെറുതെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന അല്പത്തരത്തിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ ശ്രീ മമ്മൂട്ടി പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ അർജുനായെങ്കിൽ അല്ലെങ്കിൽ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള നമ്മുടെ സഖാക്കൾ ഉള്ളിൽ കൊണ്ടിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിലെ യുവജനങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം അവിടെ കിട്ടിയില്ല എന്നുള്ള തോന്നലുണ്ടായത്? ജനാധിപത്യ സംവിധാനമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഒരു കൂട്ടം ആളുകൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്നു. ജനങ്ങളുടെ
ഒരു ലക്ഷ്യം പോലെ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു ഡ്യൂട്ടി ഇവരങ്ങോട്ട് ചെയ്യുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ജനങ്ങൾ നിയോഗിച്ച ചില കാര്യങ്ങൾ ഇവർ വൃത്തിയായിട്ട് ചെയ്യുകയാണ്. ഈ വൃത്തിയായിട്ട് ചെയ്തതിൻ്റെ പേരിൽ തങ്ങൾക്ക് നിർബന്ധമായിട്ട് ബഹുമാനം കിട്ടണം, അംഗീകാരം കിട്ടണം, തങ്ങളെ അതിൻ്റെ പേരിൽ ബഹുമാനിക്കണം ആളുകളെന്ന് എപ്പോഴും എന്തിനാണ് ഈ ശാഠ്യം പിടിക്കുന്നത്? അതിൻ്റെ റീസൺ ഇതാണ്, മുന്നേ ചെയ്ത അവന്മാർ ഇത്ര വൃത്തിക്ക് ചെയ്തിട്ടില്ല, വൃത്തിക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളെ വേണമെങ്കിൽ ഒന്ന് ബഹുമാനിച്ചേക്കാം. അങ്ങനെയൊന്നും നമ്മൾ ബഹുമാനം പിടിച്ചു വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരത്തിൽ ബഹുമാനമോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ഒക്കെ വേണ്ട ആളുകൾ സ്വകാര്യമായിട്ടുള്ള പരിപാടികൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ക്രെഡിറ്റ് കിട്ടും. ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് നിങ്ങൾ നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ബോർഡുകളൊക്കെ വെക്കുന്നത്. MLA കുടുംബ സ്വത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇവരുടെയൊക്കെ പേര് അവിടെ ഇങ്ങനെ ആലേഖനം ചെയ്ത് വെക്കുന്നത്? അത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള അല്പത്തരങ്ങൾ കാണിക്കുന്ന ആളുകളാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. അപ്പോൾ ആ ഒരു അല്പത്തരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബഹുമാനം ഒരാളിൽ നിന്ന് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്പത്തരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബഹുമാന ആവശ്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ആ ടൗൺഷിപ്പിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സർക്കാർ അതും ഇതുമൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവിടെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ വരുന്ന സമയത്ത് ഞങ്ങളെ മുന്നിൽ നിർത്തണം, ഞങ്ങളെ ശകാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് ഒരു ശാഠ്യം പിടിക്കലാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി പറഞ്ഞതും കാര്യമാണ്, നിങ്ങൾ പറയുന്നതിനകത്തും കുറച്ച് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ വലിയ ഫിലോസഫിക്കൽ ന്യായവാദങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഇടത് സഖാക്കളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്രിഞ്ചടിച്ച് അങ്ങേറ്റം പോകും. CPIM വയനാട് ജില്ലാ സെക്രട്ടറി സഖാവ് റഫീഖിനോട് എന്തിനാണ് എന്നെ അനുഗമിക്കുന്നതെന്ന് ശ്രീ മമ്മൂട്ടി പരുഷമായി ചോദിക്കുന്നതിൻ്റെ വിഷ്വൽസ് കണ്ടു. രണ്ടാളും ഇത് നിഷേധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അപമാനിക്കൽ നടന്നു എന്ന് വ്യക്തം. മമ്മൂട്ടി അവിടെ എത്തുന്നുണ്ട് എന്ന് എങ്ങനെയാണ് റഫീഖ് അറിഞ്ഞത്? ഒന്നെങ്കിൽ മമ്മൂട്ടി വിളിച്ച് പറഞ്ഞു കാണും, അല്ലെങ്കിൽ മമ്മൂട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച് കാണും. അവർ സഖാവ് റഫീഖിനോട് മമ്മൂട്ടിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു കാണും. എന്ന് വെച്ചാൽ ആ പ്രിവിലേജ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നേരെ ടൗൺഷിപ്പിൽ എത്തിയാൽ പോരെ, 5-6 മസലന്മാരെ കൂട്ടി ഇയാൾ അത്ര ഷൂട്ടിംഗ് സ്ഥലത്ത് പോകണു ആരും അറിയാതെ അവിടെയൊക്കെ റഫീഖ് ചെല്ലുന്നുണ്ടോ? ഇനി അവിടെ എത്തി റഫീഖ് കൂടെയുണ്ട്, ആളുകൾ പൊതിയുന്നതിൽ മമ്മൂട്ടി അസ്വസ്ഥനാവുന്നുണ്ട്. അവരോട് മാറി നിൽക്കാൻ പറയാൻ റഫീഖിനോട് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്, വഴി കൊടുക്കാൻ റഫീഖ് ആളുകളോട് പറയുന്നുണ്ട്. വ്യക്തിപരമായ വിയോജിപ്പ് ആ സൗജന്യമൊക്കെ നടൻ സ്വീകരിക്കുന്നുണ്ട്. മമ്മൂട്ടിയോട് പറയാനുള്ളത്, റഫീഖ് താങ്കളെക്കാൾ മാന്യനായതുകൊണ്ട് താൻ അപമാനിതനാവാതെ ഇരിക്കുന്നത്. അയാൾ ആ നാണയത്തിൽ മറുപടി പറഞ്ഞെങ്കിൽ താൻ അവിടെ നിന്ന് മാനത്തോടെ ഇറങ്ങിപ്പോവില്ലായിരുന്നു. VS വരെയുള്ള നേതാക്കളൊന്നും ഈ വക അവതാരങ്ങളെ അടുപ്പിച്ചിരുന്നില്ല. പിണറായി വിജയനാണ് ഇവർക്കൊക്കെ പാർട്ടി നേതാക്കളെക്കാൾ പരിഗണന കൊടുത്ത് വളർത്തിയത്. അതിനിട നൽകാൻ ബ്രിട്ടാസിനെ പോലുള്ളവർ വലിച്ച തമാശകളുമായി അവതരിച്ചു. അതിന് ഗുണവും അതിനേക്കാളേറെ ദോഷവും ഉണ്ടായി. ആ ധൈര്യത്തിലാണ് മമ്മൂട്ടി ജില്ലാ സെക്രട്ടറി അപമാനിക്കുന്നത്. ആ ധൈര്യം എറണാകുളം ജില്ലയിലെ CPM ചില സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എത്തി നിൽക്കുന്നതായാണ് അറിവ്. ആ ഗൂഢാലോചനയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി മമ്മൂട്ടിയോട് താൻ ആരുവാ. അങ്ങനെയുള്ളൊരു പോസ്റ്റ് സാജൻ MS ഇട്ടിരിക്കുന്നു. ഇടതുപക്ഷ അനുഭാവികളുടെ വിമർശനങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളെ നാണിപ്പിക്കുന്ന തരത്തിലേക്ക്, ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക്, ക്രിഞ്ചടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില സാധനങ്ങൾ മമ്മൂട്ടി ഫാൻസുകാർ പടച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു സാധനം ഇതാണ്: മമ്മൂട്ടിയുടെ ശാസനം ലഭിക്കുക എന്നത് അത്ര ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ആ ശാസനം ലഭിച്ചവർ പലരും ഇന്ന് വലിയ നിലകളിൽ എത്തിച്ചേർന്നവരാണ്. ഈ ഫോട്ടോയിലുള്ള ആളും ഈ പട്ടികയിൽ ഒരാൾ തന്നെ ആയിരിക്കും. മമ്മൂട്ടിക്ക് ആളുകളോടുള്ള സ്നേഹം പലപ്പോഴും ഇങ്ങനെ ശാസനയായി തന്നെയാണ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. അത് കേൾക്കുന്നവർക്ക് പോലും മനസ്സിൽ സന്തോഷമുണ്ടാകും. കാരണം അത് ഒരു അച്ഛൻ മകനോട് നൽകുന്ന സ്നേഹത്തിൻ്റെയും ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനോട് കാണിക്കുന്ന കരുതലിനെയും ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ലാളനമാണ്. ഈ സമയത്ത് ഇമാതിരി ക്രിഞ്ചൻ സാധനമൊക്കെ അടിച്ചു വിടുന്നവന്മാർ അത് വേറെ കുറേ എണ്ണം. ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിലും സഖാവ് പിണറായി വിജയനാണ് എന്നുണ്ടെങ്കിലും ഇവരൊക്കെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളുകളാണ് എന്നുള്ള ആളുകളുടെ ബോധത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്ന ബഹുമാനത്തിൻ്റെ പുറത്ത് മുന്നോട്ടേക്ക് പോകുന്നതാണ്. കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് തിരിച്ച് പറയാൻ അറിയത്തില്ല എന്നിട്ടല്ല, അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് തിരിച്ചു ചോദിക്കാൻ അറിയത്തില്ല എന്നിട്ടല്ല. ആളുകൾ ഒരു സ്ഥാനം മനസ്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലുള്ള സ്ഥാനമാണ്. ഇപ്പോൾ ആ ഒരു സ്ഥാനം ലംഘിക്കുന്നത് കൊണ്ട് തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുന്ന ഒരു നിയമമോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. വെറുതെ ആളുകൾ തിരിച്ചൊന്നും പറയാതെ കിട്ടുന്ന ആനുകൂല്യത്തിൽ ഈ സമൂഹത്തിൽ നിലയും വിലയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ, അങ്ങനെ ആളുകളുടെ അടുത്ത് നിന്ന് ബഹുമാനം, അവരുടെ നല്ല ആ ഒരു സമീപനം കൊണ്ട് കിട്ടുന്ന ആളുകളൊക്കെ ഈ പരസ്യമായിട്ടുള്ള ശാസനകളിൽ നിന്നൊക്കെ, അതൊക്കെ ഏതൊക്കെ പ്രായത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണെന്നുണ്ടെങ്കിലും മാറി നിൽക്കുന്നത് നന്നായിരിക്കും. തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബോറായി പോവില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസുകാർ ഇളകും. അതേപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിയൊക്കെ ഈ റഫീഖ് നേരിടേണ്ടി വരും. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമൊക്കെയാണ്. ഇനി അടുത്തൊരു ഐറ്റം ഉണ്ട്.
കേരളത്തിൽ ഏത് മൂലയിലും കൊള്ളാവുന്ന ഒരു കൊമ്പനെ കണ്ടാൽ ആൾ കൂടും. അങ്ങനെ ആൾ കൂടുമ്പോൾ മൊട പിടിച്ച ആനയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ വന്നവരിൽ ഒരാൾ എടുത്തെറിയും. കട്ട ആന പ്രേമികൾ പറയുന്നത് അല്ലെങ്കിലും അവന് കുറുമ്പിത്തിരി കൂടുതലാണ് എന്നാവും. ആനയ്ക്ക് ആ എടുത്തെറിഞ്ഞവൻ ഏതോ ഒരാളാണ്. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അതിനെ പിന്നെയും എഴുന്നള്ളിക്കും. ആ എടുത്തെറിയപ്പെട്ട മനുഷ്യൻ വേദനിക്കുന്നത് അയാൾക്കും അയാളുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ആയിരിക്കും. സംഗതി കാവ്യാത്മകമാണ്. എടുത്തെറിയപ്പെട്ടവൻ്റെ അപമാനിക്കപ്പെട്ടവൻ്റെ വേദനയൊക്കെ അതിൽ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സാധാരണ ജനങ്ങളോട് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ എടുത്തെറിയപ്പെടാൻ സാധ്യതയുള്ള ആളുകളോട് പറയാനുള്ളത്, നമ്മൾ ഈ ആനയൊക്കെ എഴുന്നള്ളിക്കുന്ന സമയത്തെ മിനിമം ആനപ്പാപ്പാനെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ ആനയുടെ മുമ്പിൽ കയറി നിൽക്കാതിരിക്കുക. അപ്പോൾ ആനയ്ക്ക് ബോധമൊന്നുമില്ല, സ്ഥലകാല ബോധമൊന്നുമില്ല, ചിലപ്പോൾ എടുത്ത് എറിയും. നമ്മളത് മിനിമം കോമൺ സെൻസ് കാണിക്കേണ്ട ഒരു ഏരിയ ആണ്. അവിടെ നമ്മൾ ഈ പറയുന്ന കഥന കാവ്യം അടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഈ എറിയപ്പെട്ടവൻ മിനിമം ബോധം കാണിക്കണ്ടേ? ആനയുടെ മുമ്പിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ മുന്നിലേക്ക് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ചെല്ലുക, അതൊക്കെ നമ്മൾ ആളും തരവും അറിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ മമ്മൂട്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ധാർഷ്ട്യവും അവരുടെ സമീപനമൊക്കെ അത്യാവശ്യം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലൊക്കെ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ്. ഈ പെട്ട് കഴിഞ്ഞിട്ട് നമ്മളവരെ ശകാരിക്കാനായിട്ടും അവരോട് തിരുത്താൻ പറയാനായിട്ടും ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം പിണറായി വിജയൻ സഖാവ് മര്യാദ പാലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ആളുകൾ കൊങ്ങികളും അല്ലെങ്കിൽ കുറച്ച് സുടുക്കളും അല്ലെങ്കിൽ കുറച്ച് സംഖ്യകളും കൂടെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടി സഖാക്കൾ അംഗീകരിക്കുമോ? ഇല്ല. അവരെ ഇനി തിരുത്താനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ശ്രീ മമ്മൂട്ടിയുടെ പരസ്യശാസനകൾ എന്നൊക്കെ പറയുന്നത് സമൂഹം അംഗീകരിച്ച ഒരു രീതിയിലേക്കാണ്. അദ്ദേഹം സിനിമാ സെറ്റുകളിലൊക്കെ ആളുകളെ ശകാരിച്ചതും ആളുകളെ അപമാനിച്ചതും അദ്ദേഹം വരുന്ന സമയത്ത് ആളുകളോട് അനാവശ്യമായിട്ടുള്ള ഭക്തി ബഹുമാനമൊക്കെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹമല്ല, ബാക്കിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാലും അവസാനം അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു സംഗതിയുണ്ട്, ഇതൊക്കെ ഇക്കടെ ഒരു സ്നേഹം കൊണ്ട് ചെയ്യണ ഒരു പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ചില ആളുകളുടെ ചില പരിപാടികളൊക്കെ അംഗീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റാനായിട്ട് അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ മാറ്റണം എന്നുള്ള തോന്നൽ അവർക്കില്ല. അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മളിങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മിനിമം സ്ഥലകാല ബോധമുള്ള സഖാവ് ചെയ്യേണ്ടത്. ശ്രീ മമ്മൂട്ടിയും ഇതുപോലുള്ളൊരു വിവാദത്തിലേക്ക് പെട്ടതുകൊണ്ട് കുണ്ഠിതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്തെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. അവിടെ പോയി എന്തെങ്കിലും നല്ല വർത്തമാനങ്ങൾ പാർട്ടിയുടെ ആ ഒരു പ്രവർത്തന മികവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകളുടെ ആ ഒരു ഊർജ്ജസ്വലതയെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിൽ ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ എടുത്ത് ഏറിൽ കയറ്റി വിട്ടാനും. ഇപ്പോൾ ഇതുപോലുള്ളൊരു വിവാദത്തിൽപ്പെട്ട് ചെറിയ രീതിയിൽ നിങ്ങോട്ട് ഒടുങ്ങിപ്പോയി എന്നങ്ങോട്ട് വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇതുപോലെ ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടി ഇങ്ങനെയുള്ള ആളുകളൊക്കെ പബ്ലിക്കായിട്ട് ബാക്കിയുള്ള ആളുകളെ അപമാനിക്കുന്നത് ഒരു വാർത്തയല്ല, അതൊന്നും വലിയ സംഭവമുള്ള ഒരു സംഗതിയല്ല. അവരങ്ങനെയാണ്, കാലങ്ങളായിട്ട് അവരങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ലൈസൻസൊക്കെ ഒരു വലിയ വിഭാഗം ആളുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ പുതുതലമുറയിൽപ്പെട്ട കുറച്ചധികം ആളുകളുടെ എണ്ണമൊക്കെ കൂടി വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾക്ക് അവരെ വിമർശിക്കാനായിട്ടുള്ളൊരു സമയം എത്തിയിട്ടില്ല എന്നുള്ളത് വിചാരിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ വേറെ ഏതെങ്കിലും യുഗത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.